ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ചോറ് തിളക്കാൻ വെക്കണേ. പിന്നെ സ്കൂൾക്കും ഉച്ചക്കുള്ള ഉപ്പേരിക്കുള്ള ഇവിടെ അരിഞ്ഞ് വെച്ചിക്കണേ കാണിച്ചു തരാം. എന്താ സ്കൂൾക്കുള്ളത്, സ്കൂൾക്കും എനിക്കും മീൻ പ്രസവിച്ചാ. പിന്നെതാ ചിലങ്ങി എന്നാൽ അത് വേറെ പാത്രത്തേക്ക് മാറ്റുമോ. അവൻ്റെ മീൻ പ്രസവിച്ചിരിക്കണം, പോയി വെക്കട്ടാ. മാഷാ അല്ലാ. അപ്പോൾ ഇതാ അവൻ്റെ മീൻ പ്രസവിച്ചിരിക്കണ 3 കുട്ടികളുണ്ട്. മാറ്റിക്കള. പിന്നെ മേലാണ് മെഷീൻ. ഞാൻ മെഷീനിൽ ഡ്രസ്സിട്ട് പൈപ്പ് തിരിച്ചിട്ട് പോകുന്നതാണ്. എന്താ പാട് പോയൊക്കെ ചിലപ്പോൾ നിറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇതാണ് നമ്മളെ പുതിയ മെഷീന്. മേലെക്കൂടി അടിക്കാനൊന്നും അറിയില്ല, അല്ല മേലെക്കൂടി അടിക്കാനും കൈ വെട്ടിയടിക്കാനും അങ്ങനെ അറിയുള്ളൂ കേട്ടോ. അന്നലെ ഇപ്പോൾ ഒരു ചുരിദാർ അടിച്ച് ഞാനിട്ട് ഈ കൈ നല്ല ഫുൾ കൈ ഇനി അപ്പോൾ ഞാൻ വീട്ടിലിടാൻ വേണ്ടി വെട്ടി. അപ്പം ഇതാ കണ്ട വെള്ള നൂല്, ഈ കൈ നോക്കി കറുപ്പ് നൂല്. അതെങ്ങനെ വന്നേ? ഓരോന്നോരോന്ന് പഠിച്ച് വരില്ലേ. അപ്പോൾ ഒരു കൈയിൻ്റെ വെള്ള നൂലുമായി, ഒരു കൈയിൻ്റെ കറുപ്പ് നൂലുമായി. റെഡി ആയിക്കോളും. നമുക്ക് മെഷീൻ്റെ അടുത്ത് പോയി വെക്കാം. ഇതാ ഞാൻ മേലെ തന്നെയാണ് ഡ്രസ്സ് തിരുമ്പിക്കാണ്ട് ചിക്കിടൽ. മെഷീൻ ഇതാ അല്ലാഹുമ്മ സല്ലി, വെള്ളം കൂടി. അപ്പം എത്ര വെള്ളമൊന്നും വെക്കലില്ല കേട്ടോ, കുറച്ച് ഡ്രസ്സുള്ളൂ. കുട്ടികളെ യൂണിഫോമും എൻ്റെ ഒരു മാക്സി, പിന്നെ ഇന്നലെ വൈകുന്നേരം കുട്ടികളെ കുളിച്ച് കണ്ടിട്ട് ഇന്ന് രാവിലെ കഴിച്ചിട്ട് ആ ഡ്രസ്സും ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇനി ഇത് തീ കിടന്ന് കറങ്ങട്ടെ. ഞാൻ കല്ലുമ്മന്നാണ് കുറച്ചുള്ള ദിവസമൊക്കെ ഞാൻ കല്ലുമ്മന്നാണ് തിരുമ്പുക. പക്ഷേ ഇന്ന് കല്ലുമ്മക്ക് കൊണ്ടുപോയി കല്ലുമ്മല ഏറ്റവും തിരുമ്പാളായിട്ട് പോയിനി. പിന്നെ ഒരു മടി തോന്നി, അപ്പോൾ മെഷീനിലിടാൻ തോന്നിയാണ്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നതാണ്. ഞാൻ ഇതിൽ തന്നെ ഇട്ട് ഒലിമ്പൂല കേട്ടോ, എനിക്കതൊരു സുഖം തോന്നില്ല. ഞാൻ ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ. ഇതിൽ നിന്ന് എടുത്താണ് ഇതിക്കിടും, എന്നിട്ട് ഇതിൽ വെള്ളം നിറച്ചാണ് ഇതിൽ നിന്ന് ഒലുമ്പോൾ എന്നിട്ട് ചിക്കും അങ്ങനെ ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇതാ ബീട്രൂട്ട് ഈ ചട്ടി വെച്ചിരിക്കണേ. ചിരങ്ങ അതാ അതിൽ ഉപ്പ് പച്ചമുളക് ഇട്ടുകളെ. ഇനി കുക്കർ മൂടാനും കൂടി ഉണ്ട്. പിന്നെ ചോറ് ഇതാ ഊറ്റണ്. ഇപ്പം സമയം കാണുന്നില്ലല്ലോ റബ്ബേ. ഇപ്പം സമയം 8:46 കേട്ടോ. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആയി. ഇനി അടുക്കള ക്ലീൻ ചെയ്യാനും പിന്നെ കടിച്ചേരി തുടക്കാനും. പിന്നെ എൻ്റെ ചേരീൻ്റെ കൊട്ടണത്, അതിൻ്റെ ചേരി കഴിഞ്ഞിരിക്കണേ. തറവാട്ടിൽ പോയി ചേരി എടുത്തുകൊണ്ടിരണം. തേങ്ങ ഇല്ല ഇവിടെ, തറവാട്ടിൽ പോയി തേങ്ങ എടുത്തുകൊണ്ടിരണം. തിരുമ്പൽ കഴിഞ്ഞിട്ട് അത് ഒലിമ്പി ചിക്കണം മെഷീനിൽ നിന്ന്. അങ്ങനെയൊക്കെ ഓരോ പണികളുണ്ട് കേട്ടോ. പിന്നെ ഇതാ 3 ആളെ പാത്രങ്ങളും അവാച്ചൊക്കെ കുപ്പി മാത്രം മതി. സ്നാക്സും വേണം, കൂട്ടാനും വേണം. പ്ലേറ്റ് വേണ്ട. അസക്ക് പ്ലേറ്റ് ഗ്ലാസ് ഇതിലേക്ക് കൂട്ടാൻ വെക്കാണ്ട്. ഞാൻ സ്കൂളിൽ പോകണില്ല വിചാരിച്ചു അവൻ്റെ പാത്രം കഴുകി വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ അവൻ്റെ പാത്രം എടുത്തേക്കട്ടെ. അവനക്ക് പനി ഉണ്ടായിനി, അപ്പോൾ അവനക്കൊന്ന് പോകണം. BS ക്ലാസ് ടെസ്റ്റ് ഉണ്ട് പറഞ്ഞ്. അപ്പോൾ അതിന് പോകാൻ നിൽക്കുകയാണ്. അഫിക്ക് 11 മീൻകുട്ടികൾ ഉണ്ടായിക്കണം കേട്ടോ. ഇതിലാണ് ഇട്ടച്ചത്. അത് നമ്മൾ ആ ലൈറ്റ് ഇട്ടാ 11 കുട്ടികളുണ്ട്. അവൻ ഇനിയും പ്രസവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആളതൊക്കെ ഇവിടെ അതാ ആളതാ. അല്ല അതിലതൊരു കുട്ടിയും കൂടി ഉണ്ടടി. 3 കുട്ടികളെ തെഞ്ഞുണ്ടായില്ലേ. അപ്പോൾ അടുപ്പ് തുടച്ച് ക്ലീനാക്കിയിട്ട് ഇത് പോവില്ല. ഇത് തീ കൂടിക്കാണ്ട് പാളിയതാണ്, അത് പോവില്ല. എൻ്റെ അടുത്ത് വന്ന സംഭവമാണത്. പിന്നെ ഇനി ഇവിടെ ക്ലീനാക്കണം. ചോറും കൊടുക്ക കഴുകാൻ. രാവിലത്തെ ചായക്കടി അതൊക്കെ ഇനി ഇവിടേക്ക് വെക്കാം. പോയി പിന്നെ ഇതിലുണ്ട് കുറച്ച് ചായ. ഇനി അടുത്ത സ്റ്റെപ്പ് ഇവിടൊക്കെ ഒന്ന് ക്ലീനാക്കിയിടുക. പിന്നെ അവാച്ചുനെ കുളിപ്പിക്കുക, മാറ്റി കൊടുക്കുക, അടുക്കള അടിച്ചിരി തുടക്കുക. അങ്ങോട്ട് അകത്തൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ തറവാട്ടൊക്കെ പോകണം ചേരി എടുക്കാൻ. നമ്മൾ അടുക്കളൊക്കെ
ക്ലീനാക്കിയിട്ട് തുടച്ചിട്ടില്ല കേട്ടോ. അകം തുടക്കാനും കൂടെ ഉണ്ട്. അല്ല അകമല്ല, സോറി, നിലം തുടച്ചിട്ടില്ല, അകം തുടച്ചിട്ടില്ല. ഇനി ഇവർ പോയിട്ട് തുടക്കാം, അടിച്ചേരിപ്പെടാം. ഇവിടെ തുടക്കാൻ ഞാൻ വിചാരിച്ച് അകമൊക്കെ തുടച്ച് വരുമ്പം ആ കൊള്ളി കൊണ്ട് തന്നെ, ആ മോപ്പ് കൊണ്ട് തന്നെ ഇവിടെയും തുടക്കാമെന്ന്. ഇപ്പോൾ ഇതാ തുടക്കലും ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് ഇനി ഈ കൊട്ടയിൽ ചേരി എടുത്തോണ്ടിരും. ഇത് തീരുമ്പോൾ ഞാൻ അങ്ങനെ എടുത്തോണ്ടില്ല കേട്ടോ, അതെനിക്ക് ഒരാഴ്ചക്കൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെയാണ് എനിക്ക് തീ പിടിപ്പിക്കാനുള്ള എന്നൊക്കെ ഉള്ളത്. അങ്ങനെ വിറക് ഞാൻ ഇവിടെ അട്ടി വെക്കലാണ്. ഓലക്കൊടി ഉണ്ട്, ഓലക്കൊടി ഞാൻ വെട്ടിയിരിയൽ കുറവാണ്, ഞാൻ തറവാട്ടിൽ പോയി എടുത്തോണ്ടില്ലാണ്. ഇവിടെ തൊടിയിൽ വീണതുണ്ടെങ്കിൽ ഞാൻ അടുത്തോടുന്ന് വെട്ടിരിയും, അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ ഓരോ കെട്ട് 2 കെട്ടൊക്കെ അവിടെ നിന്ന് എടുത്തോണ്ടില്ലാണ്. അപ്പം ഇനി വിറകെടുത്ത് വന്നിട്ട് വേണം, അല്ല ചേരി എടുത്ത് വന്നിട്ട് വേണം ഇവിടെ വിറക് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഇതിന് പറയാതെ ജൽക്കാക്ക വന്നിട്ടാണ്. ഞാൻ ചേരി എടുക്കാൻ പോയപ്പോൾ തന്നെ ജൽക്കാക്ക വീടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ജൽക്കാക്ക കൊണ്ടുവന്ന സാധനങ്ങളാണിത്. അപ്പം അഫിമോൻ ഇവിടെ പനിച്ചെടുക്കുന്നുണ്ട്, അവനക്കൊരു നാരങ്ങ ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. രാവിലെ ഇത്തിരി കഞ്ഞി കുടിച്ചതാണ്, വേറൊന്നും കുടിച്ചിട്ടില്ല. അത് കുറച്ച് നാരങ്ങ ജ്യൂസ് അടിക്കാം. കിട്ടുമ്പം 8ൻ്റെ പണിയല്ല 16ൻ്റെ പണി എനിക്ക് കിട്ടല്. ആ ചേരി കൊണ്ടുവരാനും വേണ്ടി ഞാൻ തറവാട്ടൊക്കെ പോയപ്പം ഇവിടെ ഒരാൾ വന്നിക്കണേ, അത് ജൽക്കാക്ക. വിശന്നക്കാണ്ട് പറയണേ എന്താ പറയുക, വരുന്നത് പറയാതെ വന്നിക്കണേ. ഞാനാണെങ്കിൽ ചെരങ്ങാക്കറിയും ഇതുമല്ല ഉണ്ടാക്കിയത്, ബീട്രൂട്ട് ഉപ്പേരിയും. ചെരങ്ങാക്കറി പറ്റൂല. അപ്പം എന്ത് പണി കിട്ടി, തറവാട്ടിൽ വിളിച്ചപ്പോൾ തറവാട്ടിൽ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ചിരങ്ങ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് പറഞ്ഞു. പിന്നെ എന്നാൽ ചിരങ്ങെങ്കിൽ ചിരങ്ങ അറിഞ്ഞുകൊണ്ട് ആ ചിരങ്ങയും കൂട്ടി ഞാനും ജൽക്കൊക്കെയും ചോറുന്ന്. പിന്നെ ഇപ്പം സമയം 12:45 അപ്പോൾ അതിൻ്റെ ബാക്കിൽ പിന്നെ ഉണ്ട് ഉമ്മ തറവാട്ടിൽ നിന്ന് ഉമ്മ ഇറച്ചി കൊണ്ടുവരണേ, ആരോ മരിച്ച 3 അപ്പോൾ അവിടുന്ന് ഇറച്ചി കൊണ്ടുവന്നിക്കണമെന്നും പറഞ്ഞേക്കാണ് ഇറച്ചിയിട്ട്. ഇനിയിപ്പോൾ ആ ഇറച്ചി മുറിച്ച് വരട്ടി കൊടുക്കാൻ പറഞ്ഞേക്കണം, ഫ്രൈ ആക്കാൻ പറഞ്ഞേക്കണം. അപ്പോൾ അതുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിന് നിങ്ങൾ കാണുന്നുണ്ടോ, അതാ കിടക്കണ തിരുമ്പാനുള്ള ഡ്രസ്സാണത്. അത് മെഷീനിലിടണ്ട, കല്ലുമ്മട്ട് തിരുമ്പാൻ പറഞ്ഞേക്കണേ. ഷർട്ടിൻ്റെ കോളറൊന്നും നന്നാവണല്ലേ മെഷീനിലിട്ടിട്ട്. അപ്പം അതിനി പുതർത്തി വെക്കണം. ബക്കറ്റും സോപ്പും പൊടിയൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. ഞാൻ പുതർത്തി വെച്ച് ഇറച്ചി മുറിച്ച് കുക്കറിലിട്ടുകാണ്ട് വേവിച്ചിട്ട് അപ്പോൾ അതിനകത്ത് പുതർന്നോളും, അവിടെ തിരുമ്പാം. ഇപ്പോൾ 12:45. ഞാനിന്ന് നേരത്തെ പണി ചെയ്യും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പ്ലാൻ ചെയ്ത ദിവസേനി, പക്ഷേ പ്ലാനിങ്ങൊക്കെ അട്ടിമറിച്ചു. തറവാട്ട് പോയി ചേരി എടുത്തുകൊണ്ടുവന്ന് 2 തേങ്ങ തെക്കണ്, ഇവിടെ ക്ലീൻ ആക്കിയിട്ടേക്കണ്. ഇനി ഇവിടേക്ക് വിറകെടുത്തേക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥ. അപ്പം ഇതിൽ പഞ്ചസാര ഇട്ടുകൊണ്ട് അഫിക്ക് അടിച്ച് കൊടുക്കുക, തണുപ്പ് വേണ്ട. അപ്പോൾ ഇതാ ബീഫ് മുറിച്ച് വെച്ചിരിക്കണ്. പിന്നെ ചീരുള്ളി, വെളുത്തുള്ളി, കുറച്ചധികം ചീരുള്ളി വേണം കേട്ടോ. പിന്നെ ഇഞ്ചി, പച്ചമുളക്. എല്ലാവരുടെ വീട്ടിലത്തെയും പോലെ എല്ലാവരുടെ വീട്ടിലും ഐസ്ക്രീം പാത്രത്തിൽ കരിവേപ്പിൻ്റെ ഇലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആവൂലേ. എന്നാൽ എൻ്റെ വീട്ടിൽ കിവിൻ്റെ ഐസ്ക്രീം പാത്രത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കട്ടെ. അഫിമോന് തുറന്നു തരും. അഫിമോനെ ഏതായാലും ഇന്ന് സ്കൂൾക്ക് പോവാതെ അവിടെ നിൽക്കല്ലേ. എൻ്റെ വീട്ടിലത്തെ ഐസ്ക്രീം പാത്രത്തിൽ പച്ചമുളകാണ്, നല്ല കിവിൻ്റെ ഐസ്ക്രീം പാത്രം. ആരെങ്കിലുമൊക്കെ വന്നാൽ വേഗം ഐസ്ക്രീം വെച്ചിട്ട് തുറന്ന് നോക്കലുണ്ട് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ, പക്ഷേ ഐസ്ക്രീം ഉണ്ടാവില്ല, ഇങ്ങനെ എന്തെങ്കിലും ആവും ഉണ്ടാവുക. അങ്ങനെ അഫിമോന് സ്കൂൾക്ക് പോകാൻ നേരത്ത് പിന്നെ ഒരു വയറുവേദന, പനി ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചൂടുള്ള പോലെ. അപ്പം ഇനി സ്കൂളിൽ ചെന്ന് ഇടങ്ങാറാവണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പറഞ്ഞയച്ചിട്ടില്ല. ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഇത് നല്ല എരിവുള്ള മുളകാണ്. ഇവർക്കൊക്കെ ഇഷ്ടമാട്ടാ ബീഫ് വരട്ടിയത്. ഇനി വേഗം ബീഫ് അടുപ്പത്ത് വെച്ച് കണ്ട് തിരുമ്പാൻ നിൽക്കണം. അഫിമോന് കുക്കർ ഓഫാക്കിക്കോളും, ഗ്യാസ് ഓഫ് ചെയ്തോളും. അപ്പം ഞാനിതൊക്കെ തൊളിച്ച് സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇറച്ചി കുറവാണെന്ന് തോന്നിയപ്പോൾ കൈമന്നൊരു കഷ്ണം ഇറച്ചി എടുക്കാമെന്ന് വിചാരിച്ച് കത്തിയുണ്ട് കൈമ. എൻ്റെ ഇടയിൽ കൂടെ കേസ് കത്തിയൊന്ന് കൈമ തട്ടിയോ, എന്തൊരു വേദന അറിയോ. തോനെ ബ്ലഡ് പോയി. ഉച്ച നേരം ആയതുകൊണ്ട് മറ്റേ ഇഞ്ചി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്ട്, മിക്സിയിൽ അടിഞ്ഞില്ലെങ്കിലോ വിചാരിച്ചാണ്ട് ഒന്ന് ചെറുതാക്കി കൊടുത്തേനെ. അത് നേരെ കൈമക്ക് കണ്ട് വന്ന് അടിച്ച്. അത് ഇനിയിപ്പോൾ ജൽക്കാൻ്റെ 2 ഫ്രണ്ട്സുകൾ വരുന്നുണ്ട് പറഞ്ഞു ഫുഡ് കഴിക്കാൻ. അപ്പം ഓല് ഫുഡ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ബീഫ് കൊടുത്താൽ മതി.
ഇതാ ഓല് ചോറൊക്കെ കൊണ്ടുവന്നിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.